പാർട്ടിക്കകത്തും പുറത്തും കടുത്ത പ്രതികരണങ്ങളുടെ ആശാനായിരുന്ന വി.എസ്. പലപ്പോഴും മൗനിയായും തുടർന്നിട്ടുണ്ട്. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നതായിരുന്നു നീണ്ടകാലത്തെ പാർട്ടി ജീവിതത്തിൽ വി.എസിന് ഏറ്റവും വേദന അനുഭവപ്പെട്ട സന്ദർഭം. പലരും വിചാരിച്ചതുപോലെയോ പ്രവചിച്ചതുപോലെയോ പാർട്ടിക്ക് പുറത്തേക്കല്ല വി.എസ്. ഒരു കാലത്തും നടന്നത്. പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ പോരാട്ടത്തിൻ്റെ മൂർധന്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി.എസിനെ ഒഴിവാക്കിയത്. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഭാര്യ കെ.കെ. രമയെ ആശ്വസിപ്പിക്കാനുള്ള യാത്രയിൽ നിന്ന് വി.എസിനെ തടയാൻ പാർട്ടിയുടെ ഒരു തിട്ടൂരത്തിനും കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി.എസ്. അച്യുതാനന്ദന് വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അടക്കം അപമാനങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടപ്പോഴും CPM-ൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം വി.എസ്. ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതും വാസ്തവമാണ്. 1964 CPI-യുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 നേതാക്കളിൽ ഒരാളായ വി.എസ്. അച്യുതാനന്ദനെ അതുകൊണ്ട് തന്നെ തൊടാൻ പാർട്ടിക്ക് കഴിയില്ലെന്ന ഉറച്ച വിശ്വാസവും വി.എസിന് ഉണ്ടായിരുന്നു. ഭൂമിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സമീപനമായിരുന്നു വി.എസിനെ ജനകീയനാക്കി മാറ്റിയത്. ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള ചരക്കല്ലെന്നും ഉൽപാദനോപാധി മാത്രമാണെന്നും വി.എസ്. അച്യുതാനന്ദൻ വിശ്വസിച്ചു.